നമുക്കിനി പഠിക്കാനുള്ളത് റേഡിയേഷൻ ഓഫ് ഹീറ്റ് ആണ്. അപ്പോൾ റേഡിയേഷൻ എന്താണെന്നുള്ളത് പറയണം. നമുക്കറിയാം എനർജിയുടെ എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് റേഡിയേഷൻ. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ ഇങ്ങനെയുള്ള മെത്തേഡ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്ഫർ ആണ് എന്തെന്ന് പറയുന്നത് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ഹീറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർവെനിങ് മീഡിയം. അതായത് നമുക്ക് മീഡിയത്തിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ഹീറ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് റേഡിയേഷൻ. ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ഹീറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ദി ഇൻ്റർവെനിങ് മീഡിയം. ദ എനർജി ട്രാൻസ്മിറ്റഡ് ബൈ റേഡിയേഷൻ ഈസ് കോൾഡ് റേഡിയൻറ്റ് എനർജി. അങ്ങനെ റേഡിയേഷൻ വഴി ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന എനർജി നമ്മൾ പറയും റേഡിയൻറ്റ് എനർജി. റേഡിയേഷൻ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എനർജിയെ റേഡിയൻറ്റ് എനർജി എന്ന് പറയുന്നു. ദ റേഡിയൻറ്റ് എനർജി എമിറ്റഡ് ബൈ എ ഹോട്ട് ബോഡി ഈസ് ഡ്യൂ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ ആൻഡ് ദ റേഡിയേഷൻ എമിറ്റഡ് ഈസ് ടേംഡ് ആസ് തെർമൽ റേഡിയേഷൻ ഓർ ഹീറ്റ് റേഡിയേഷൻ. അതായത് നമ്മളൊരു ഹോട്ട് ബോഡി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യും, എനർജി അതിൻ്റെ എന്താണ് ചുറ്റും നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എമിറ്റ് ചെയ്യും. അത് ആ ഹോട്ട് ബോഡി എനർജി എമിറ്റ് ചെയ്യും. അതെന്ന് പറയുന്നത് അതിൻ്റെ ആ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണമല്ലേ. കാരണം അതൊരു ഹോട്ട് ബോഡി ഇരിക്കുമ്പോൾ അതിൻ്റെ സറൗണ്ടിങ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്താണ് ടെമ്പറേച്ചർ കുറവാണ്. സറൗണ്ടിങ്സിനെക്കാളും ടെമ്പറേച്ചർ കൂടുതൽ, സറൗണ്ടിങ്സിന് ഈ ഹോട്ട് ബോഡിയെക്കാളും ടെമ്പറേച്ചർ കുറവ്. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, എനർജി എന്ത് ചെയ്യും, ആ ടെമ്പറേച്ചർ കുറഞ്ഞ റീജിയനിലോട്ട് എന്ത് ചെയ്യും, എനർജി എമിറ്റ് ചെയ്യും. This radiant energy emitted by hot body due to temperature is called the thermal radiation or heat radiation. Thermal radiation നമുക്ക് വേറെ തരത്തിൽ പറയാം, ഹീറ്റ് റേഡിയേഷൻ എന്നും പറയാം. ഓക്കെ, എന്തൊക്കെയാണ് ഇനി ഹീറ്റ് റേഡിയേഷൻസിൻ്റെ പ്രോപ്പർട്ടി? ഒന്നെന്ന് പറയുന്നത് ദേ ആർ ഇലക്ട്രോമാഗ്നറ്റിക് waves traveling with the speed of 3 × 10⁸ meter per second. അതായത് ലൈറ്റ് വേവ്സിനെ പോലെ തന്നെ, അതായത് ഹീറ്റ് റേഡിയേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവിനകത്ത് വരുന്ന ഒരു എനർജി പാർട്ട് തന്നെയാണ് അല്ലേ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് നമുക്കറിയാം ഗാമ, എക്സ്റേ, യു വി, വിസിബിൾ, ഇൻഫ്രാറെഡ്, അങ്ങനെ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിലുള്ള റേസിനറിയാം. നമുക്ക് അതിനകത്ത് തന്നെ ഉള്ള ഒരു വേവാണ് എന്താ പറയുക, ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ ഹീറ്റ് റേഡിയേഷൻ എന്ന് പറയുന്നത്. They are electromagnetic waves traveling with a speed of 3 × 10⁸ meter per second. നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എത്രയാണ്, 3 × 10⁸ meter per second. They are in the IR region of the electromagnetic spectrum. അതായത് നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏത് റീജിയനാണ് ഹീറ്റ് റേഡിയേഷൻ വരുന്നത്, IR റീജിയൻ, ഇൻഫ്രാറെഡ് റീജിയനിൽ. ദേ ആർ ഓഫ് ലോങ്ങർ വേവ് ലെങ്ത്, അതായത് വേവ് ലെങ്ത് ഭയങ്കര കൂടുതലാണ്, പക്ഷെ എന്താണ് അതിൻ്റെ ഫ്രീക്വൻസി കുറവാണ്. ഫ്രീക്വൻസി കുറവായതുകൊണ്ട് തന്നെ എനർജി എന്തായിരിക്കും, വളരെ കുറവായിരിക്കും കമ്പയർഡ് ടു വിസിബിൾ ലൈറ്റ്. വിസിബിൾ ലൈറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനർജി കുറവാണ്, ഫ്രീക്വൻസി കുറവാണ്. ഫ്രീക്വൻസി കുറവായതുകൊണ്ട് എനർജി കുറവ്, ലോങ്ങർ വേവ് ലെങ്ത് ആണ്. They can be reflected and refracted like ordinary light. നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വരുന്ന ഒരു ലൈറ്റ് റേ തന്നെയാണ്, ഒരു എനർജി പാർട്ട് തന്നെയാണ് ഇത്. അതുകൊണ്ട് നമുക്ക് ഓർഡിനറി ലൈറ്റിനെ പോലെ റിഫ്ലക്ട് ചെയ്യാനും റിഫ്രാക്ട് ചെയ്യാനുള്ള കഴിവ് എന്തിനുണ്ട്, ഹീറ്റ് റേഡിയേഷൻസ് ഉണ്ട്. ദ എക്സിബിറ്റ് ഇൻഡഫറൻസ്, ഡിഫ്രാക്ഷൻ ആൻഡ് പോളറൈസേഷൻ. നമ്മൾ ലൈറ്റ് വേവ്സിനെ പോലെ തന്നെ ഇൻഡഫറൻസും ഡിഫ്രാക്ഷനും പോളറൈസേഷനും ഒക്കെ കാണിക്കുന്ന ഒരു റേഡിയേഷനാണ് ഹീറ്റ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ദ എക്സേർട്ട് പ്രഷർ ഓൺ വിച്ച് ദേ ഫോൾ. അത് എവിടെയാണോ വീഴുന്നത് ആ ഒരു ഏത് മെറ്റീരിയൽ അല്ലെങ്കിൽ ഏത് മീഡിയത്തിലോട്ടാണ് അത് വീഴുന്നത് അവിടെ എന്ത് ചെയ്യും, അത് പ്രഷർ എക്സൈറ്റ് ചെയ്യുന്നത്. കാരണം അത് എനർജിയാണ്. അപ്പോൾ അത് അതിൻ്റെ ഫലമായിട്ട് തന്നെ എന്ത് ചെയ്യും, എവിടെയാണോ അത് ഫോൾ ചെയ്യുന്നത് അവിടെ പ്രഷർ എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. ദേ ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ. നമ്മൾ ലൈറ്റ് റേസ് എന്താണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നതാണ്. F = 1. നമുക്ക് അറിയാം രണ്ട് ചാർജ് ഇൻട്രാക്ട് ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഹീറ്റ് റേഡിയേഷൻസ് അതിൻ്റെ പാർട്ടായതുകൊണ്ട് അതും ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നു. ദേ ക്യാൻ ട്രാവൽ ത്രൂ വാക്വം ഓൾസോ. നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്താണ്, വാക്വത്തിൽ കൂടി ട്രാവൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറ്റ് റേഡിയേഷൻസിനും വാക്വത്തിൽ കൂടി ട്രാവൽ ചെയ്യും. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ടോ അതെല്ലാം എന്തിന് ആപ്ലിക്കബിൾ ആണ്, ഹീറ്റ് റേഡിയേഷൻസിന് ആപ്ലിക്കബിൾ ആണ്. കാരണം ഹീറ്റ് റേഡിയേഷനും ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തന്നെയാണ്. When heat radiations fall on a body, its temperature rises. നമുക്കറിയാം അതിനകത്ത് എനർജി ഉണ്ട്. അപ്പം നമുക്ക് എവിടെയെങ്കിലും അത് വീഴുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു പ്രതലത്തിൻ്റെ ടെമ്പറേച്ചർ കൂടും. The amount of heat, thermal radiation like heat radiation depends on nature of surface and the temperature difference between the body and surroundings. അതായത് അവിടുത്തെ ആ ഒരു ബോഡി എമിറ്റ് ചെയ്യുന്ന തെർമൽ റേഡിയേഷൻ എന്തിൻ്റെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അത് എവിടെ നിന്നാണോ എമിറ്റ് ചെയ്യുന്നതെന്നുള്ളതും. അതായത് നേച്ചർ ഓഫ് സർഫസ് ഫ്രം വെയർ ദേ ആർ എമിറ്റഡ് ആൻഡ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് സറൗണ്ടിങ്സ്. ആ ബോഡിയും സറൗണ്ടിങ്സും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിനനുസരിച്ചിട്ടും ഏത് സർഫസിൽ നിന്നാണോ അത് എമിറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടും എന്ത് ചെയ്യും, തെർമൽ റേഡിയേഷൻസിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി അടുത്തെന്ന് പറയുന്നത് ബ്ലാക്ക് ബോഡി ആൻഡ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. നിങ്ങൾ ബ്ലാക്ക് ബോഡി എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്.
അല്ലേ? അതായത് ഒരു ബ്ലാക്ക് ബോഡി എന്ന് വെച്ചാൽ എന്താണ്, അതിനകത്ത് വന്ന് വീഴുന്ന എല്ലാ റേഡിയേഷൻസിനെയും അത് അബ്സോർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇതെന്ന് പറയാം ബ്ലാക്ക് ബോഡി. എ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി ഈസ് വൺ വിച്ച് അബ്സോർബ്സ് കംപ്ലീറ്റ്ലി ദ റേഡിയേഷൻസ് ഓഫ് ഓൾ വേവ് ലെങ്സ് ഇൻസിഡന്റ് ഓൺ ഇറ്റ്. അതായത് അതിനകത്ത് വന്ന് വീഴുന്ന എല്ലാ റേഡിയേഷൻസിനെയും അത് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുന്നെങ്കിൽ അതിന് നമുക്ക് പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എന്ന് തന്നെ പറയാം. എ ബ്ലാക്ക് ഓൾസോ ഇറ്റ് ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് ഹീറ്റ് റേഡിയേഷൻ. തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് ഹീറ്റ് റേഡിയേഷൻസിന് അത് അബ്സോർബ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് എബോ ഇതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അബ്സോർബ് ചെയ്യുന്നത് പോലെ തന്നെ എന്ത് ചെയ്യും, അത് എല്ലാ റേഡിയേഷൻസിനെയും എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യുകയും ചെയ്യും. അല്ല, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ആ റീജിയനിലുള്ള എല്ലാ റേഡിയേഷൻസിനെയും എന്ത് ചെയ്യും, അത് എമിറ്റ് ചെയ്യും ഡിപ്പെൻഡിങ് ഓൺ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് അത് ഏത് റീജിയനിലാണ് എമിറ്റ് ചെയ്യുന്നുള്ള വ്യത്യാസം വന്നിരിക്കും. ചിലപ്പോൾ എനർജി കുറഞ്ഞ റേഡിയേഷൻസ് ആണെങ്കിൽ അതെന്ത് ചെയ്യും, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ലോവർ റീജിയനിലോട്ട് വരും. ഹയർ ടെമ്പറേച്ചറിലാണെങ്കിൽ ചിലപ്പോൾ അത് എനർജി കൂടിയ ഇതായിരിക്കും എമിറ്റ് ചെയ്യുന്നത്. പക്ഷെ അതങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ആ റേഡിയേഷൻസ് ഏത് റീജിയനിലെന്നുള്ള വ്യത്യാസപ്പെട്ടിരിക്കും. ചിലപ്പോൾ വളരെ ഹയർ ടെമ്പറേച്ചറിലാണെങ്കിൽ ചിലപ്പോൾ ലോങ്ങർ വേവ് ലെങ്ത് റേഡിയേഷൻസ് ആയിരിക്കാം കിട്ടുന്നത്. അപ്പോൾ ആ ടെമ്പറേച്ചറിനനുസരിച്ചിട്ടായിരിക്കും അത് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് എന്ന് പറയുന്നത്. The radiation emitted by a perfect black body is called black body radiation. ഇങ്ങനെ ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ നമ്മൾ എന്താണെന്ന് പറയുന്നത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫുൾ റേഡിയേഷൻ, ടോട്ടൽ റേഡിയേഷൻ, ഇതെല്ലാം അതിൻ്റെ പേര് തന്നെയാണ്. ബ്ലാക്ക് ബോഡി റേഡിയേഷൻസിൻ്റെ പേരാണ് ഫുൾ റേഡിയേഷൻ, ടോട്ടൽ റേഡിയേഷൻ എന്നൊക്കെ. പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി കനോട്ട് ബി റിയലൈസ്ഡ് ഇൻ പ്രാക്ടീസ്. ആക്ച്വലി നമുക്ക് എന്താണ്, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ബോഡി നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് എന്താണ്, പ്രാക്ടിക്കൽ അല്ല. അതായത് നമുക്ക് ഫുള്ളി അതിനകത്ത് വന്ന് വീഴുന്ന എല്ലാ റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യും, അതുപോലെ ഫുള്ളി അത് എല്ലാം എമിറ്റ് ചെയ്യുന്ന ടൈപ്പ് പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി നമുക്ക് പോസിബിൾ അല്ല ഇൻ പ്രാക്ടീസ്. നമുക്ക് ബ്ലാക്ക് ബോഡിക്ക് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞേക്കുന്നത് ഫെറീസ് ബ്ലാക്ക് ബോഡിയാണ്. ഇനി അടുത്ത ഫെറീസ് ബ്ലാക്ക് ബോഡി എന്താണെന്നുള്ളതാണ്. നമുക്ക് എങ്ങനെ അത് കൺസ്ട്രക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആ ഫിഗർ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇന്നത്തെ വരച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഫെറീസ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹോളോ കോപ്പർ സ്ഫിയർ ഹാവിങ് എ ഫൈൻ ഹോൾ. നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒരു കോപ്പർ സ്ഫിയർ, കോപ്പർ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്ഫിയർ എടുക്കുക. അതിനകം ഭാഗം പൊള്ളയായിരിക്കണം. ദറ്റ് ഈസ് ഹോളോ കോപ്പർ സ്ഫിയർ ഹാവിങ് എ ഫൈൻ ഹോൾ. അതിനകത്തൊരു ചെറിയൊരു ഹോൾ ഇടുക. ഓക്കെ, ആ സ്ഫിയറിൻ്റെ അകവശം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബ്ലാക്കൻ ചെയ്തേക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഹോളിൽ കൂടെ ഏതെങ്കിലും ഒരു ഹീറ്റ് റേഡിയേഷൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അതിന് അവിടെ നിന്ന് ആ ട്രാപ്പിൽ നിന്ന് പുറത്ത് വരാനായിട്ട് പാടാണ്. ഓക്കെ, അപ്പോൾ ആ റേഡിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അതിനകത്ത് തന്നെ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷന് വിധേയമായിട്ട് അവിടെ തന്നെ അത് ട്രാപ്പ് ചെയ്യപ്പെടും. അതുകൊണ്ട് നമ്മൾ പറയുന്നത് അപ്പോൾ ആ എന്താണ്, അതിനകത്തോട്ട് വന്ന റേഡിയേഷൻ അത് പുറത്ത് വിടുന്നുണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അബ്സോർബ്. അതായത് നമുക്ക് കുറേ റിഫ്ലക്ഷൻ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, അതിൻ്റെ എനർജി കുറഞ്ഞ് എന്ത് ചെയ്യും, ആ സർഫസ്, ആ ബ്ലാക്ക് ബോഡി തന്നെ അതിനെ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളതിനെ ബ്ലാക്ക് ബോഡി എന്ന് പറയാൻ പറ്റും. അപ്പം ഒരു ഫെറീസ് ബ്ലാക്ക് ബോഡി എന്താണ്, ഇറ്റ് ഈസ് എ ഹോളോ കോപ്പർ സ്ഫിയർ. വളരെ പൊള്ളയായിട്ടുള്ള, അകം പൊള്ളയായിട്ടുള്ള ഒരു കോപ്പർ സ്ഫിയർ എടുക്കുക, അതിനകത്തൊരു ഫൈൻ ഹോൾ ഇടുക. ദാറ്റ് ഈസ് എന്താണ് ഫെറീസ് ബ്ലാക്ക് ബോഡി. അത് പൂർണ്ണമായിട്ടും ഫെറീസ് ബ്ലാക്ക് ബോഡി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകം ഭാഗം എന്ത് ചെയ്യണം, ബ്ലാക്കൻ ചെയ്യണം. It is a hollow copper sphere having a fine hole. The sphere is completely blackened inside. When heat radiation enters through the hole, it suffers multiple reflection at the inner wall of sphere until it gets completely absorbed. അതായത് ആ ഒരു റേഡിയേഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, എവിടം വരെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടക്കും, അതിൻ്റെ എനർജി അതായത് എനർജി കുറയുന്ന വെച്ചാൽ ആ എനർജി എല്ലാം എന്ത് ചെയ്യണം, ആ സ്ഫിയർ അബ്സോർബ് ചെയ്യണം. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഇത് എന്താണ്, നമുക്കത് എൻട്രി ചെയ്തിട്ട് തിരിച്ച് പോകാതിരിക്കണം, അത് പുറത്തോട്ട് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹോൾ മേഡ് ചെയ്യുന്നൊരു പ്രത്യേകതയുണ്ട്. ആ ഹോളിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു കോണിക്കൽ പ്രൊജക്ഷൻ ഉണ്ടാക്കിയേക്കണം. നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാൻ പറ്റും, ഒരു കോൺ ഷേപ്പിലാണ് ആ ഹോൾ. കോൺ മീൻസ് അറിയാം, നിങ്ങൾക്ക് ഐസ്ക്രീമിൻ്റെ ആ കോൺ അറിയത്തില്ല, ആ കോൺ ഷേപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഹോൾ ഇടേണ്ടത്. അതായത് അകത്തോട്ട് ഇങ്ങനെ തുറന്നിരിക്കും, പക്ഷെ എന്താണ്, പുറത്ത് ഭാഗത്ത് ഒരു ടിപ്പ് മാത്രമേ കാണത്തുള്ളൂ ഹോളായിട്ട്. ഓക്കെ, അപ്പോൾ ആ ടൈപ്പിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, കോണിക്കൽ പ്രൊജക്ഷൻ അങ്ങനെയല്ല, നമ്മൾ ഈ വന്ന് വീഴുന്ന സ്ഥലത്ത് അവിടെയും ഇതുപോലെ തന്നെയാണ് ഹോൾ ഉണ്ടാക്കുന്നത്. അതുപോലെ അവിടെ കോണിക്കൽ പ്രൊജക്ഷൻ അകത്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത്. അകത്ത് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ കോൺ ഉണ്ടാകുമ്പോഴത്തേക്ക് ആ രണ്ട് സൈഡിലായിട്ടായിരിക്കും വന്ന് വീഴുന്നത്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നേരെ തട്ടി ബാക്ക് അടിക്കുക, റിഫ്ലക്റ്റ് ചെയ്യുക, നേരെ ബാക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരാം. അപ്പോൾ പുറത്തോട്ട് പോവാം. അപ്പം അങ്ങനെ പുറത്തോട്ട് പോകാതിരിക്കാനായിട്ടാണ് ആ കോണിക്കൽ പ്രൊജക്ഷൻ വെച്ചേക്കുന്നത്. കോണിക്കൽ പ്രൊജക്ഷൻ വെച്ചേക്കുന്നത് രണ്ട് സൈഡ്, നമ്മളല്ല പ്രിസം വയ്ക്കത്തില്ല, പ്രിസത്തിന് രണ്ട് സൈഡിൽ വന്ന് വീഴുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത് സൈഡിലോട്ടല്ലേ പോകത്തുള്ളൂ, ഒരിക്കലും നേരെ നോർമലായിട്ട് പോകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ആ കോണിക്കൽ പ്രൊജക്ഷൻ വെച്ചത്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണേ, എനിക്കത് തെറ്റിപ്പോയതാണ്.
അപ്പോൾ ആ ഒരു കോണിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കോണിക്കൽ പ്രൊജക്ഷൻ വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലായിട്ടായിരിക്കും ഈ വന്ന് കയറുന്ന ഇത്, രണ്ട് സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒന്ന് വീഴുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, റിഫ്ലക്റ്റ് ചെയ്ത് നിൽക്കും. ഇല്ലെങ്കിൽ അപ്പോൾ ആ ഹോളിൽ കൂടെ തിരിച്ചിറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കോണിക്കൽ പ്രൊജക്ഷൻ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇതാണ് ഫെറിസ് ബ്ലാക്ക് ബോഡി. ആ ഫിഗർ നിങ്ങൾ അതിൽ നിന്ന് എടുത്തേക്കണം. ഈ നോട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തേക്കെന്ന് വെച്ചാൽ ചിലപ്പോൾ ചോദിക്കാം, നിങ്ങൾക്ക് സിലബസിൽ ഇല്ലെങ്കിലും ചിലപ്പം ചോദിക്കാം. അതാണ് നോട്ട്സ് എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ബോളോമീറ്റർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ് ടു മെഷർ തെർമൽ റേഡിയേഷൻ. തെർമൽ റേഡിയേഷൻസ് മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു ഉപകരണമാണ് ബോളോമീറ്റർ എന്ന് പറയുന്നത്. അത് എന്ന് പറയുന്നത് രണ്ട് രണ്ടെന്നല്ല, അതിനകത്ത് വളരെ കനം കുറഞ്ഞ പ്ലാറ്റിനം സ്ട്രിപ്സ്, പ്ലാറ്റിനം ബ്ലാക്ക് വെച്ച് കോട്ട് ചെയ്തേക്കുന്ന വളരെ കനം കുറഞ്ഞ പ്ലാറ്റിനം സ്ട്രിപ്സ് ആണ് ഈ ബോളോമീറ്റർ ഉള്ളത്. അതെന്ത് ചെയ്യും, അവ ജോയിൻ ചെയ്ത് വെച്ചേക്കും. അതായത് ദേ ആർ ജോയിൻഡ് ഇൻ സീരീസ് ടു ഫോം എ ഗ്രിഡ് ഓഫ് പാരലൽ എലമെന്റ്സ്. ദ ഗ്രിഡ് ഫോംസ് വൺ ആംസ് ഓഫ് ദി ബാലൻസ്ഡ് വീൻസ്റ്റൺസ് ബ്രിഡ്ജ്. വെൻ ദ ഗ്രിഡ് ഈസ് എക്സ്പോസ്ഡ് ടു റേഡിയേഷൻ ഇറ്റ് അബ്സോർബ്സ് റേഡിയേഷൻ ആൻഡ് ടെമ്പറേച്ചർ റൈസസ് വിച്ച് കോസസ് എ റൈസ് ഇൻ റെസിസ്റ്റൻസ്. Then the bridge becomes unbalanced and the galvanometer shows a deflection, which is a measure of radiant energy. Hence by measuring the increase in resistance of grid, it is possible to calculate the intensity of radiation. അതായത് വേറൊന്നുമില്ല, ആ ബോളോമീറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ പ്ലാറ്റിനം സ്ട്രിപ്സിൻ്റെ പ്രത്യേകത വെച്ചാൽ ഭയങ്കര സെൻസിബിൾ ആണ്. അതായത് നമുക്ക് നമുക്ക് ആ ഓരോ വന്നു വീഴുന്ന റേഡിയേഷൻ അതെന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. ആ പ്ലാറ്റിനം സ്ട്രിപ്സ് ചേർന്ന ഒരു അപ്പാരറ്റസ്, അത് പ്ലാറ്റിനം സ്ട്രിപ്സ് എന്ത് ചെയ്യും, നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പാർട്ട് എടുക്കുക. ആ പാർട്ട് എന്ത് ചെയ്യും, നിങ്ങൾ വീൻസ്റ്റൺസ് ബ്രിഡ്ജ് +2 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 4 ആംസ് ആണുള്ളത്. അത് ഒരാം ഈ പ്ലാറ്റിനം സ്ട്രിപ്സ് വയ്ക്കുക. ആ പ്ലാറ്റിനം സ്ട്രിപ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഹീറ്റ് റേഡിയേഷൻ വീഴാനായിട്ട് അനുവദിക്കുക. അപ്പോൾ ആ ഹീറ്റ് റേഡിയേഷൻ വീഴുമ്പോഴത്തേക്കും ഈ പ്ലാറ്റിനം സ്ട്രിപ്പിൻ്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും. നമ്മൾ ആദ്യം വീൻസ്റ്റൺസ് ബ്രിഡ്ജ് ബാലൻസ് ചെയ്തായിരിക്കും വയ്ക്കുന്നത് തെർമൽ റേഡിയേഷൻ വീഴുന്നതിന് മുന്നേ. ആ തെർമൽ റേഡിയേഷൻ വീഴാൻ നേരത്ത് നമ്മൾ എപ്പോഴാണ് നമുക്ക് മെഷർമെൻറ്റ് എടുക്കുന്നത്, ആ സമയത്ത് ഈ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാറ്റിനം സ്ട്രിപ്സ് നമുക്ക് എന്തെങ്കിലും വച്ചിട്ട് അതിന് മുന്നേ, അതായത് നമ്മൾ ബാലൻസ് ചെയ്യുന്നതിന് മുന്നേ ഈ പ്ലാറ്റിനം സ്ട്രിപ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, കവർ ചെയ്ത് വെച്ചേക്കണം. അതിനുശേഷം നമ്മൾ ഈ ഹീറ്റ് റേഡിയേഷൻ ബാലൻസ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ കവർ മാറ്റി ഹീറ്റ് റേഡിയേഷൻസ് വീഴാൻ അനുവദിക്കുക. അപ്പോൾ ആ ഹീറ്റ് റേഡിയേഷൻ വീഴുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും അല്ലേ, അതിൻ്റെ ടെമ്പറേച്ചർ കൂടും. അതുകൊണ്ട് തന്നെ അവിടെ റെസിസ്റ്റൻസ് കൂടും. നിങ്ങൾക്കറിയാം റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുമ്പോഴത്തേക്ക് ആ വീൻസ്റ്റൺസ് ബ്രിഡ്ജിൻ്റെ ബാലൻസ് നഷ്ടപ്പെടും. അപ്പോൾ അത് അൺബാലൻസ് ആവും. അപ്പോൾ ആ വീൻസ്റ്റൺസ് ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന അമ്മീറ്റർ എന്ത് ചെയ്യും, ഗാലോമീറ്റർ എന്ത് ചെയ്യും, ഡിഫ്ലക്ഷൻ കാണിക്കും അല്ലേ. അപ്പോൾ ആ ഡിഫ്ലക്ഷൻ കാണിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഡിഫ്ലക്ഷൻ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ആ റേഡിയൻ്റ് എനർജിയുടെ മെഷർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് മെഷർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ ഗ്രിഡിൻ്റെ റെസിസ്റ്റൻസ് എന്തുമാത്രം കൂടി എന്നുള്ളത് മെഷർ ചെയ്താൽ മതി. അപ്പോൾ ആ റെസിസ്റ്റൻസ് എന്തുമാത്രം കൂടി അതിൻ്റെ പ്രൊപ്പോർഷണൽ ആയിരിക്കും അവിടെ വീഴുന്ന റേഡിയേഷനിൻ്റെ ഇൻറ്റൻസിറ്റി. ഇപ്പം നമുക്ക് തെർമൽ റേഡിയേഷൻ മെഷർ ചെയ്യാനായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ് ബോളോമീറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്ത എമിസീവ് പവറും നിങ്ങൾക്ക് സിലബസിൽ ഇല്ലാത്ത തന്നെ, പക്ഷെ എന്നാലും ചോദിക്കാറുണ്ട്. എമിസീവ് പവർ ഓഫ് ദ സർഫസ് ഓഫ് എ ബോഡി ഫോർ എ ഗിവൺ വേവ് ലെങ്ത് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഇസ് ഡിഫൈൻഡ് ആസ് എ എമൗണ്ട് ഓഫ് എനർജി എമിറ്റഡ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദ സർഫസ്. എമിസീവ് പവർ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു ബോഡിയുടെ സർഫസിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന എനർജിയാണ്. അതായത് യൂണിറ്റ് ഏരിയയിൽ നിന്ന് യൂണിറ്റ് സമയത്ത് എന്തുമാത്രം എനർജി ഒരു ബോഡിയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്നു അതിനാണ് നമ്മളിതെന്ന് പറയുന്നത് എമിസീവ് പവർ. പക്ഷെ നമ്മൾ എടുക്കേണ്ടത് ഒരു പർട്ടിക്കുലർ വേവ് ലെങ്തിന് പർട്ടിക്കുലർ ടെമ്പറേച്ചറിലായിരിക്കണം. വേവ് ലെങ്തും ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ എമിസീവ് പവർ വ്യത്യാസമായിരിക്കും. അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഫിക്സ് ചെയ്യുക, ഒരു 500 കെൽവിനിൽ ഫിക്സ് ചെയ്യുക. അതേപോലെ പർട്ടിക്കുലർ വേവ് ലെങ്ത് ആയിരിക്കണം ഫിക്സ് ചെയ്യേണ്ടത്. ആ പർട്ടിക്കുലർ വേവ് ലെങ്തിൽ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ആ സർഫസ് യൂണിറ്റ് ഏരിയയിൽ നിന്നും യൂണിറ്റ് സമയത്തേക്ക് എന്തുമാത്രം എനർജി എമിറ്റ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ എമിസീവ് പവർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിഫൈൻഡ് ആസ് the emissive surface of a body for a given wavelength is defined as, for a given wavelength at a given temperature is defined. അത് രണ്ടും പറയണം, for a given wavelength for a given temperature പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അത് മാറിപ്പോകും. എമിസീവ് പവർ for a given wavelength and for a given temperature is defined as the amount of energy emitted per second per unit area of the surface. ഇനി എന്താണ് എമിസിവിറ്റി ഓർ റിലേറ്റീവ് എമിറ്റൻസ്? അതായത് മറ്റൊരെണ്ണമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നതാണ് എമിസിവിറ്റി എന്ന് പറയുന്നത്. It is the ratio of emissive power of a body to the emissive power of a black body at the same temperature. അതായത് ഒരു ബ്ലാക്ക് ബോഡിയുടെ എമിസീവ് പവർ എടുക്കുക, നമുക്ക് ഏത് മെറ്റീരിയലിൻ്റെ എമിസീവ് പവർ അത് എടുക്കുക. ഇപ്പോൾ നമുക്ക് ഒരു ബ്ലാക്ക് ബോഡി എടുക്കുക, വേറൊരു ബോഡി എടുക്കുക.
ഓക്കെ, ഇനി ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ അത് സെറ്റ് ചെയ്യുക. രണ്ടിൻ്റെ എമിസീവ് പവർ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ റിലേറ്റീവ് എമിറ്റൻസ് അല്ലെങ്കിൽ എമിസിവിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റേഷ്യോ എമിസീവ് പവർ ഓഫ് എ ബോഡി ടു ദ എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ഇരിക്കുന്ന എമിസീവ് പവർ ഓഫ് എ ബോഡിയും എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡിയും നമ്മളുടെ റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത് എമിസിവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് എമിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി അബ്സോർപ്റ്റീവ് പവർ എന്തായിരിക്കും? അതേപോലെ ഒരു എന്താണ് സർഫസ് അബ്സോർബ് ചെയ്യുന്ന പവർ ആയിരിക്കും. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ് ടു ദി ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ്. അതായത് വന്ന് വീഴുന്നതിൽ എന്തുമാത്രം ഹീറ്റ് അത് അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ് ആ മെറ്റീരിയലിൻ്റെ അബ്സോർപ്റ്റീവ് പവർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ് ബൈ ഇറ്റ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ്. അബ്സോർപ്റ്റീവ് പവർ ഓഫ് ദ സർഫസ് ഓഫ് എ ബോഡി ഫോർ എ ഗിവൺ വേവ് ലെങ്ത് ആയിരിക്കണം എടുക്കേണ്ടത്. ഫോർ എ ഗിവൺ വേവ് ലെങ്ത് ഈസ് ദ റേഷ്യോ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ് ബൈ ഇറ്റ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ്. അതിനകത്ത് വന്ന് വീഴുന്നത് എന്തുമാത്രം പോർഷൻ അത് അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ് അബ്സോർപ്റ്റീവ് പവർ എന്ന് പറയുന്നത്. ഇനി അടുത്ത കിർച്ചോഫ്സ് ലോ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് at a given temperature and for a given wavelength, നമ്മൾ പറയുമ്പോൾ എപ്പോഴും ഫോർ എ ഗിവൺ ടെമ്പറേച്ചർ ഫോർ എ ഗിവൺ വേവ് ലെങ്ത് അത് ഫിക്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് വ്യത്യാസം വരും. നിങ്ങൾ ഇത് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറയും. അതുകൊണ്ട് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് ഫോർ എ ഗിവൺ വേവ് ലെങ്ത് ദ റേഷ്യോ ഓഫ് എമിസീവ് പവർ ടു ദ അബ്സോർപ്റ്റീവ് പവർ ഈസ് ദ സെയിം ഫോർ ഓൾ സർഫസസ് ആൻഡ് ഈസ് ഈക്വൽ ടു ദ എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി. കിർച്ചോഫ്സ് ലോ പറയുന്നത് വെച്ചാൽ പർട്ടിക്കുലർ ടെമ്പറേച്ചർ പർട്ടിക്കുലർ വേവ് ലെങ്തിൽ നിങ്ങൾ റേഷ്യോ ഓഫ് എമിസീവ് പവർ ടു അബ്സോർപ്റ്റീവ് പവർ എടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ മെറ്റീരിയലിനും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് എന്തിന് ഈക്വലും ആയിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു ദ എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡിയുടെ എമിസീവ് പവറിന് ഈക്വലും ആയിരിക്കും. അതായത് it states that at a given temperature and for a given wavelength the ratio of emissive power to the absorptive power, emissive പവറിൻ്റെ അബ്സോർപ്റ്റീവ് പവറിൻ്റെ റേഷ്യോ അതെന്ന് പറയുന്നത് സെയിം ആയിരിക്കും ഫോർ ഓൾ സർഫസസ്, എല്ലാ സർഫസിനും സെയിം ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ എമിസീവ് പവർ ഓഫ് പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡിയുടെ എമിസീവ് പവറിന് തുല്യമായിരിക്കും. അതാണ് കിർച്ചോഫ്സ് ലോ. ഇതും ചോദിക്കാറുണ്ട്, ഇതെല്ലാം ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് സിലബസിൽ എല്ലാം പറഞ്ഞാൽ അതൊക്കെ ചോദിക്കാറുണ്ട്. Stefan's law. It states that the total radiant energy emitted per second from unit area of the surface of a black body is directly proportional to the fourth power of its absolute temperature. ഒന്നുമില്ല, ഒരു ബോഡിയിൽ നിന്നും യൂണിറ്റ് സമയത്തിൽ യൂണിറ്റ് ഏരിയയിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന റേഡിയൻറ്റ് എനർജി എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? അതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ ഫോർത്ത് പവറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. The total radiant energy emitted per second from unit area of the surface of a black body എന്ന് പറയുന്നത് it is directly proportional to the fourth power of its absolute temperature. If E is the total energy of radiation emitted from unit area surface of a black body at a temperature T Kelvin in unit time, then by Stefan's law E proportional to T raised to 4. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊടുത്തു, അതാണ് സ്റ്റീഫാൻസ് കോൺസ്റ്റൻറ്റ്. വാല്യൂ തന്നിട്ടുണ്ട് 5.67 ഇൻറ്റു 10 raised to -8 വാട്ട് പെർ മീറ്റർ പെർ കെൽവിൻ raised to 4. ഇവിടെ പെർ കെൽവിൻ റൈസ് ടു 4 ആണ്, ഇവിടെ തെറ്റിപ്പോയതാണ്. കെൽവിൻ റൈസ് ടു 4 പെർ ഇട്ടില്ലെങ്കിൽ മാത്രം എന്തിട്ടാൽ മതി? -4 ഇട്ടാൽ മതി. ഇനി അടുത്തെന്ന് പറയുന്നത് കിർച്ചോഫ്സ് ലോ കഴിഞ്ഞ് ഇനി അടുത്തത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത്രയും പഠിച്ചാൽ മതി, ആപ്ലിക്കേഷൻസ് ഒന്നും വേണ്ട. കിർച്ചോഫ്സ് ലോ എന്താണെന്നുള്ളത് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ശ്രദ്ധിച്ചോണം, വാട്ട് പെർ മീറ്റർ സ്ക്വയർ പെർ കെൽവിൻ റൈസ് ടു 4 ആണ്, മൈനസ് ഇടണ്ട. ഇല്ലെന്നുണ്ടെങ്കിൽ വാട്ട് മീറ്റർ റൈസ് ടു -2 കെൽവിൻ റൈസ് ടു -2 ഇത്ര ഇടേണ്ട. ഓക്കെ.